ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ വായനാഭാഗം സങ്കീർത്തനങ്ങൾ 109 മുതൽ 111 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 109 സങ്കീർത്തനം 30 വാക്യം. ഞാൻ എൻ്റെ വായ്കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും, അതെ, ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ അവനെ പുകഴ്ത്തും. പ്രതികാരത്തിൻ്റെ കഠിനമായ ശബ്ദങ്ങളും ശാപങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വെറുപ്പിൻ്റെ പാട്ടായിട്ടാണ് ഈ സങ്കീർത്തനത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ശൗൽ, അബ്ശാലോം, ദോവേഗ്, അഹീഥോഫെൽ തുടങ്ങിയവർ ഓരോ കാലഘട്ടത്തിൽ ദാവീദിനെതിരായി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കുവാനായിട്ട് കഴിയാതെ വന്ന സന്ദർഭത്തിൽ ദൈവം തൻ്റെ ശത്രുക്കളുടെ നേരെ പ്രതികാരം ചെയ്യണമെന്ന് ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ഈ സങ്കീർത്തനത്തിലൂടെ ചെയ്യുന്നത്. പല കഠിന വാക്കുകളും ഉപയോഗിച്ചിരിക്കുന്നുവെങ്കിലും ദൈവം തനിക്ക് വേണ്ടി ഇടപെട്ട് തനിക്ക് നീതി നടപ്പിലാക്കി തരണേ എന്നതാണ് സങ്കീർത്തനക്കാരൻ്റെ ആഗ്രഹം. ഈ സങ്കീർത്തനത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചില ആഗ്രഹങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ദൈവിക ഇടപെടലിലൂടെ എനിക്ക് ന്യായവും നീതിയും ലഭിക്കണം. ഒരു സാധാരണ മനുഷ്യൻ കടന്നു പോകുന്ന പച്ചയായ അവസ്ഥയും അവൻ്റെ വൈകാരികമായ തലങ്ങളുമാണ് നാം ഇവിടെ കാണുന്നത്. പകരത്തിന് പകരം ചെയ്യുന്നത് ദൈവിക ഭാവമല്ല എന്നിരിക്കെ തൻ്റെ ജീവിതഗന്ധിയായ അനുഭവങ്ങളെ താൻ അനുഭവിക്കുന്ന അതേ തീവ്രതയോടെ ദൈവത്തോട് പങ്കുവയ്ക്കുകയാണ് ഇവിടെ. വേദനിപ്പിക്കുന്ന വ്യക്തികളോടോ ആ സാഹചര്യങ്ങളിലോ ഒക്കെ നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയാത്ത അവസ്ഥകൾ ദൈവത്തോട് ഇവിടെ അറിയിക്കുന്നു. ഒരുപക്ഷെ നാമും കടന്നുപോയ അഥവാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ഇതുതന്നെയായിരിക്കാം. എന്നാൽ നാം പ്രതികരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത് തനിക്ക് നീതിയും ന്യായവും ഉറപ്പാക്കേണ്ടത് ദൈവമായിരിക്കണം എന്നാണ്. നമ്മുടെ പൊള്ളുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ ഇത്തരം നിലപാട് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുമോ? രണ്ടാമതായിട്ട്, ദൈവിക ഇടപെടലിലൂടെ എനിക്ക് ആന്തരിക സൗഖ്യം ലഭിക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ കോപവും നിരാശയും വെറുപ്പും ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് ആകെ അശാന്തി അനുഭവിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നു. മുറിവേറ്റവന് ആവശ്യം സൗഖ്യമാണ്. അത് ആന്തരികമായും ശാരീരികമായും ലഭിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ സൗഖ്യത്തിന് പൂർണ്ണത കൈവരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ അനുഭവത്തിൽ എത്തുമ്പോൾ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുവന് സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ കുറിവാക്യത്തിൽ കേട്ടത്, ഞാൻ എൻ്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും, അതെ, ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ അവനെ പുകഴ്ത്തുമെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. തീവ്രമായ തൻ്റെ അനുഭവങ്ങളെ ദൈവത്തിൽ അർപ്പിച്ച സങ്കീർത്തനക്കാരൻ പൂർണ്ണ ആരോഗ്യവാനാകുന്നു. മുറിവേറ്റുപോയവനെ ദൈവം ഇവിടെ സൗഖ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മുറിവുകൾ ഇന്ന് അനേകമാണ്. അത് വെച്ച് താമസിപ്പിച്ച് അശാന്തി അനുഭവിക്കാതെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? അങ്ങനെ ദൈവിക ഇടപെടലിലൂടെ സൗഖ്യമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അശാന്തി നിറഞ്ഞതായ ഒരു ജീവിത സാഹചര്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നീതിയും ന്യായവും നൽകിത്തരുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങൾ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ എല്ലാ ജീവിത അനുഭവങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൊള്ളുന്ന ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് സഹായകനായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.